ഈ റിസ്ക് ആപ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എബോവ് 60 ആയിട്ടുള്ള ആൾക്കാരാണോ കമ്പാരിറ്റീവ്ലി? അതാ പറഞ്ഞപ്പോൾ മനുഷ്യന്റെ സ്വഭാവ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കും കാണിക്കുന്നുണ്ടാവുക. ഇപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ എക്സാമ്പിൾ എടുത്താൽ ഇന്ന് 86 ആണ് അദ്ദേഹം. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലും അദ്ദേഹത്തിനില്ല. എന്നാൽ സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും മാത്രമേ മേജറായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അല്ലാതെ ഒരു ഒരു ഫിക്സഡ് ഇൻകം തരുന്ന ഒരു പ്രോഡക്റ്റ് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കാണുന്ന ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ റിസ്ക് ആപ്പറ്റൈറ്റ്. അപ്പം അതേസമയം എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാര്യം ഒരു റിട്ടയർമെന്റ് ഏജിൽ ഒരു റെഗുലർ ഇൻകം കിട്ടാനായിട്ട് ഫിക്സഡ് ഇൻകം പോലത്തെ FDO അല്ലെങ്കിൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സ്കീമുകൾ പോലെയുള്ള ഫിക്സഡ് സേഫ് ആയിട്ടുള്ള അസറ്റ്സിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. ഡിഫറെൻ്റ് ആണ്, പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നുണ്ടാവും. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാരക്ടർ ഇതെല്ലാം പോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റിലും അതേ സിറ്റുവേഷൻസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ റോബിൻ അബ്രഹാമിന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ഏത് കാറ്റഗറിയിലുള്ളവരാണ്? എബോവ് 60 തന്നെയാണോ? അല്ല, ഞാൻ നോർമൽ രീതിയിൽ ഒരു ഇനീഷ്യൽ ലെവൽ പറയുവാണെങ്കിൽ യങ്സ്റ്റേഴ്സിനോടായിരിക്കും കൂടുതൽ റിസ്ക് എടുക്കാൻ പറയുന്നത്. കാര്യം അവർക്ക് ഒന്നിനെ കുറിച്ച് അറിയില്ല. അവിടെ ഇവിടെയും നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ബാക്കി കണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസിന്റെ ഐഡിയയിലായിരിക്കും അവർ ചിലപ്പോൾ സ്റ്റോക്സിലായിരിക്കാം അല്ലെങ്കിൽ ക്രിപ്റ്റോയിലായിരിക്കാം ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം മിക്കവാറും ആൾക്കാർ അവിടെ നിന്ന് കിട്ടിയ സെറ്റ് ബാക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളെപ്പോലെ ഒരാളെ കാണാൻ വരുന്നുണ്ടാവുക. അവരുടെ നോളജിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഇത് ചെയ്യുന്നുണ്ടാവും. പിന്നെ അവർക്ക് റിസ്ക് എടുക്കാൻ തന്നെ പേടിയുണ്ടാവും, പലപ്പോഴും കാശ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ നോർമലി നമുക്ക് യങ് ഏജ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടെ റിസ്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്.